കറി കൂമ്പും പയറും തോരന് 20 രൂപ ഊണിലുള്ള കറികളാണ് കേട്ടോ. പൈസ അല്ല അവിടെ മുന്നില്. രണ്ടാമത്തെ ഭക്ഷണം നന്നായിട്ട് കൊടുക്കും. എത്രത്തോളം നന്നാക്കി കൊടുക്കും അത്രത്തോളം നന്നാക്കി കൊടുക്കും. പൈസ നോക്കുന്നില്ല ചേച്ചി? ഇല്ല. രുചി മാടി വിളിക്കണം. കൊഞ്ചു തീയല്, നാരങ്ങ കിച്ചടി, മാങ്ങ കിച്ചടി, പൈനാപ്പിൾ പച്ചടി, നെത്തോലിപ്പീര, കക്ക ഇറച്ചി തോരന്. അടിപൊളി. കണവ റോസ്റ്റ്, വരാലുണ്ട്, വേണ്ടേ? വരാല് വറുത്തതുണ്ട്. ചൂട് വേണം. 70 രൂപയുടെ ഊണിന്റെ മാത്രമല്ല ഞാൻ കൊടുക്കുന്നത്. എനിക്ക് എത്രത്തോളം നന്നാക്കി ചെയ്യണം. സന്തോഷമായി എനിക്ക് ഫുഡ് കൊടുക്കുന്ന പണ്ടും സന്തോഷമുള്ളൊരു കാര്യമാണ്. നമസ്കാരം. എന്റെ ബാക്കിലെ ഒരു സംരംഭത്തിലെ ഹോട്ടലിലെ തിരക്കുണ്ടില്ലേ, ഈ ഒരു സംരംഭത്തിന്റെ പേര് തന്നെ വഞ്ചിപ്പുര എന്നാണ് കേട്ടോ. ഉച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത വിഭവങ്ങളില്ല. ഒരുപാട് ഐറ്റം വിഭവങ്ങളുണ്ട്. 70 രൂപ ഊണിൻ്റെ ഒപ്പം എനിക്ക് തോന്നുന്നു 8, 9, 10 തരം കറികളാണ് ഈ ഒരു സംരംഭത്തിൽ കൊടുക്കുന്നത് കേട്ടോ. അത്രയ്ക്കും ആൾക്കാർ നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവിടം തേടി ആൾക്കാരെത്തും എന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് വഞ്ചിപ്പുര. ഈ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കായംകുളത്തു നിന്ന് നമ്മൾ ഹരിപ്പാട്ടേക്ക് പോകുമ്പം ചേപ്പാടെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ചേപ്പാട് NH വഞ്ചിപ്പുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംരംഭം കാണാം. ഇവരൊക്കെ എന്ന് പറയുമ്പം സ്ഥിരമായിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് കേട്ടോ എല്ലാവർക്കും. ഒരുപാട് സന്തോഷം ഇവരെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഒപ്പം ഇവരുടെ ഭക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 70 രൂപ ഊണിനൊപ്പം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. സൂപ്പർ ഫുഡാണ്. സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ മാത്രമല്ല, അവർക്കും നല്ല അഭിപ്രായമാണ്. സ്ഥിരമായിട്ട് കഴിക്കുന്ന കടയുമാണ്. നല്ല ഡീലിംഗുമാണ്. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ കഴിക്കുകയും ചെയ്യാം. എല്ലാം ഉള്ള ഒരു സംരംഭം. അപ്പൊ നമുക്ക് നേരെ കയറിയേക്കാം. നേരെ കയറിയിട്ട് അവിടുത്തെ കാഴ്ച കാണാം. ഈ സമയമാകുമ്പോൾ ഇനി അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പൊ ഇന്ന് കാര്യമായിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ വഞ്ചിപ്പുരയിലുണ്ട്. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ? കൊഞ്ചു തീയല്, കൂമ്പും പയറും തോരന്, നാരങ്ങ കിച്ചടി, മാങ്ങ കിച്ചടി, പൈനാപ്പിൾ പച്ചടി, കപ്പ, വരാല് കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. വരാല് കറി. അടുത്ത ഐറ്റം നെത്തോലിപ്പീര. അത് കഴിയുമ്പോൾ അടുത്ത ഐറ്റം കക്ക ഇറച്ചി തോരന്. അടിപൊളി. കണവ റോസ്റ്റ് ഉണ്ട്. പിന്നെ വറുത്തതൊന്നും ഇല്ല ചേച്ചി? പിന്നെ എന്തോ വേണം? വറുത്തത് വരാലുണ്ട്. വരാല് വറുത്തതുണ്ട്. വലിയ പടവണ്ടാരനൊരു വരാലുണ്ട്. കരിമീൻ വറുത്തതുണ്ട്. അയില വറുത്തതുണ്ട്. മത്തി വറുത്തതുണ്ട്. കൊഴുവ വറുത്തതുണ്ട്. 70 രൂപയ്ക്ക് ഇത്ര ഐറ്റംസുമായിട്ട് വേറെ എവിടെ കിട്ടുമല്ലേ? അവര് കഴിക്കുന്ന ഐറ്റംസ് കണ്ടോ നിങ്ങൾ? 70 രൂപയുടെ ഊണിനകത്തുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാത്രം ഉയ്യോടാ. അടിപൊളി അഭിപ്രായമാണ്. രുചി കൊണ്ട് പാത്രം കാലിയായി പോയി. മാത്രമല്ലല്ലോ അത് ഇവരെന്നോട് പറയാണ് കൈയിട്ട് വാരരുത്, ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഉള്ളത്. അങ്ങനെ കൈയിട്ട് വാരത്തൊന്നുമില്ല. അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ഉച്ചയൂണ് കൊടുക്കുന്നത്. അതിനകത്ത് ചെമ്മീൻ തീയലുണ്ട്. അത്യാവശ്യം ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം കൊടുക്കും. അപ്പൊ ഇവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരാണ്. ഇവര് തൊട്ടടുത്ത് റെയിൽവേയുടെ പണിക്ക് വന്നിട്ടുള്ളതാണ് അല്ലേ? പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവര് സ്ഥിരമായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത്. വന്നപ്പോ തന്നെ എന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ എന്നെ തിരിച്ചറിഞ്ഞു കേട്ടോ. അത് ഒരുപാട് സന്തോഷം. വളരെ സന്തോഷമുണ്ട്. നല്ലതായിട്ട് വൈറലായി എന്റെ ഈ വീഡിയോ. അതെ എടുത്തതിന് ശേഷം ഇത് കണ്ട് ഒത്തിരി ആൾക്കാർ വന്ന് എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ചേച്ചി കൊടുക്കുന്ന ഭക്ഷണത്തിന് അതിൻ്റെതായിട്ടുള്ള നല്ല രീതിയിലാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ നല്ല അഭിപ്രായമുണ്ട്. അപ്പം നമ്മൾ ഈ ഉച്ച സമയത്ത് 70 രൂപ ഊണിന്റെ കൂടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൊടുക്കും. അതെ. എത്ര കൂട്ടം കറികൾ ഉണ്ടാവും 70 രൂപ ഊണിന്? 70 രൂപയുടെ കൂടെ ഏതാണ്ട് ഒരു കൊഞ്ചു തീയല് വരുന്നുണ്ട്. അതിനകത്തൊരു തോരൻ, ക്യാബേജ് ഒന്നും അല്ല ഞാൻ മിക്കവാറും കൊടുക്കുന്നത്. അല്ല, വെറൈറ്റി തോരനാ കൊടുക്കുന്നത്. പിന്നെ അതിനകത്ത് പച്ചടി, കിച്ചടി അതെല്ലാം ഒരു 3-4 എണ്ണം കാണും. എനിക്ക് എന്തുവാണോ അന്ന് ചെയ്യാൻ തോന്നുന്നു എല്ലാം ഞാൻ അത് 70 രൂപയുടെ ഊണിന്റെ മാത്രമല്ല ഞാൻ കൊടുക്കുന്നത്. എനിക്ക് എത്രത്തോളം നന്നാക്കി ചെയ്യണം. സന്തോഷമായി എനിക്ക് ഫുഡ് കൊടുക്കുന്ന പണ്ടും സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് എല്ലാവരും മനസ്സ് നിറഞ്ഞു കൊടുക്കണം, വയറ് നിറയണം. ഞാൻ ചേച്ചിയുടെ വീഡിയോ ചെയ്തതിനു ശേഷം ഇവിടെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്നും വന്നു. അപ്പൊ അവർക്കൊക്കെ ഒരുപോലെ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ ഭക്ഷണം ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അത് എല്ലാ ദിവസവും ഐറ്റംസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഞാൻ കൊഞ്ചിയമ്മന്തി വെച്ചില്ല, കാരണം ഇന്ന് കൊഞ്ചും എടുത്തില്ലായിരുന്നു. കാരണം കൊഞ്ചു തീയൽ ഉള്ളതുകൊണ്ടാ. ഇനി കൊഞ്ചും പടവലങ്ങയും അതും ഒരു കറിയും. അതുപോലെ ഇപ്പം കാറ്ററിംഗ് വർക്കൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ കാറ്ററിംഗ് വർക്ക് തരുന്നു എന്നൊക്കെ അറിഞ്ഞല്ലോ. അതെ, ഒത്തിരി വർക്കുകൾ വരുന്നുണ്ട്. ഇവന്റ് മാനേജ്മെന്റ് വന്ന് അതെല്ലാം ഞാൻ ഒരു 3-4 എണ്ണം ചെയ്തു. ഇപ്പൊ അതായത് ഒരു കല്യാണ വീട്ടിൽ ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. മീൻ വിഭവങ്ങൾ തന്നെ ഒരുപാടുണ്ട്.
അതുപോലെ തന്നെ ഊണിന് ഒരുപാട് കറികളുണ്ട്. അത് ഒപ്പിക്കൽ കറിയൊന്നുമല്ല, അടിപൊളി കറിയാണ്. അത്രേ ഉള്ളൂ. അത് രുചി മാടി വിളിക്കണം. രുചി മാടി വിളിക്കണം. മാടി വിളിച്ചോണ്ടിരിക്കണം നമ്മുടെ വഞ്ചിപ്പുരയ്ക്ക്. നമ്മുടെ പേരും അങ്ങനെ തന്നെയാണ്, വഞ്ചിപ്പുര. അതെ അതെ അതെ. ഭക്ഷണം ഒരു വഞ്ചിപ്പുരയിൽ കൊടുക്കുന്നു അല്ലെ? എല്ലാവർക്കും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ തേടി വരും. പൈസ അല്ല അവിടെ മുന്നിൽ, രണ്ടാമത്തെ ഭക്ഷണം നന്നായിട്ട് കൊടുക്കും. എത്രത്തോളം നന്നാക്കി കൊടുക്കും അത്രത്തോളം നന്നാക്കി കൊടുക്കും. പൈസ നോക്കുന്നില്ല ചേച്ചി? ഇല്ല ഇല്ല. ഭക്ഷണം അവർക്ക് എത്ര സാധനത്തിന് വില കൂടിയാലും ഞാൻ ഭക്ഷണം നന്നായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ചേച്ചിയുടെ ഈ ഒരു സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ദൈവം അനുഗ്രഹിച്ച് എന്നെ ഭയങ്കര. അപ്പൊ ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഈ കാറ്ററിംഗ് വർക്കിനൊക്കെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ചേച്ചിക്ക് ചെയ്തു കൊടുക്കാമല്ലോ? 100% നല്ല റീസണബിൾ ആയിട്ട് നമ്മൾ റേറ്റും. അതിനു മുമ്പ് നമ്മുടെ ചേപ്പാട് ഇവിടെ പ്രവർത്തിക്കുന്ന NH പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ വന്ന് നിങ്ങൾക്ക് ആർക്കും ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്കാം അല്ലെ? കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ തന്നാൽ മതി. അത്രേ ഉള്ളൂ. അവിടെ വന്ന് ടെസ്റ്റ് ചെയ്യാം. ഏത് ഫുഡ് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അത്രേ ഉള്ളൂ. ഉച്ച സമയത്ത് നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെ 12 മണി തൊട്ട് ഒരു 3 മണി വരെ. 3 മണി വരെയൊക്കെ ഊണ് കൊടുക്കും. ഊണ് കൊടുക്കും. സന്തോഷം. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോഴേ ഈ അച്ഛനുണ്ടായിരുന്നു. അന്ന് കുറച്ച് പേര് മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ് അല്ലേ? ഒരുപാട് സന്തോഷം. നല്ലൊരു സംരംഭം തന്നെ പരിചയപ്പെടുത്തി അത് പ്രേക്ഷകർ സ്വീകരിച്ചു. ഒരുപാട് കാറ്ററിംഗ് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടി മുന്നോട്ട് പോകണം. എങ്ങനെയുണ്ട് ഇപ്പം കാര്യങ്ങളൊക്കെ? ഇപ്പൊ അടിപൊളിയല്ലേ? ഉഷാറല്ലേ? പകുതി ദൈവത്തിനും പകുതി അവർക്കും. പകുതി അവർക്കും. സന്തോഷം. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള സംരംഭങ്ങളെ ചേർത്ത് പിടിക്കുന്നത്. എന്നെ പോലുള്ള ഒരു യൂട്യൂബർ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ചേച്ചി സാമ്പാർ ഒഴിക്കുന്നു. 70 രൂപയുടെ ഊണിലെ വിഭവങ്ങൾ സമ്മതിക്കണം. ഇത്രയും കാര്യങ്ങൾ ഇതുണ്ടാക്കാൻ വേണ്ടി വെളുപ്പാൻ കാലത്ത് എഴുന്നേക്കണം അല്ലേ? അടിപൊളി സാമ്പാറാണ് കേട്ടോ. സദ്യ സാമ്പാർ, കല്യാണ സാമ്പാർ, പയറും ബീട്രൂട്ടും ഒക്കെ ഇട്ടിട്ടുള്ള മറ്റൊരു ഐറ്റം. വാഴയില നിറച്ച് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു സന്തോഷവും കഴിക്കുന്നവരുടെ മനസ്സ് നിറയണമല്ലോ. ആ രീതിയിൽ തന്നെയാണ് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ. ധൈര്യമായിട്ട് വഞ്ചിപ്പുഴ വന്ന് കയറാം. ആർക്കും കഴിച്ചിട്ട് നിങ്ങളൊരു അഭിപ്രായം എഴുതിക്കോ ധൈര്യമായിട്ട്. നിങ്ങൾക്ക് മോശമാകത്തൊന്നുമില്ല. പപ്പടം ഈ ഇലയിൽ സ്പെഷ്യൽ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഇനി സ്പെഷ്യലും കൂടെ പറയാം. സ്പെഷ്യൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എപ്പോൾ കഴിച്ചു തീർക്കാൻ ഇതൊക്കെ അല്ലേ? ഈ ഒരു ഐറ്റം കണ്ടോ? ഇത് ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. മാങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള അതൊരു വെറൈറ്റി. ഇടയ്ക്ക് പരീക്ഷണം കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഇതുപോലെ ബീട്രൂട്ടും പയറും ഒക്കെ ഇട്ടിട്ടുള്ള ഇങ്ങനത്തെ പരീക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ കൊണ്ട് നോക്കുന്നു. ഇത് ചെമ്മീൻ റോസ്റ്റാണ്, സ്പെഷ്യലാണ്. ഇത് കക്ക ഇറച്ചി സ്പെഷ്യലാണ്. ഇനി വരാലുണ്ട്, മത്തിയുണ്ട്, അയലുണ്ട്, പൊടിമീനുണ്ട്, കൂന്തൽ, കണവ. ഐറ്റം നോക്കിക്കണം. കണവ, കക്കയിറച്ചി, ചെമ്മീൻ. ഇത് തന്നെ മതി ഊണ് ലാവിഷായിട്ട് കഴിക്കാൻ വേണ്ടി കേട്ടോ. വരുന്നു അടുത്ത ഐറ്റംസ്. കൊഴുവപ്പീര. ഞാൻ ഒറ്റയ്ക്ക് ഇത് കഴിക്കത്തില്ല. എൻ്റെ കൂടെ എൻ്റെ 2 സുഹൃത്തുക്കളും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടെയാണ് ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് വരാലുണ്ട്, കരിമീനുണ്ട്. ഇതെന്താണ്? വരാൽ തന്നെയല്ലേ? എനിക്കൊരു കരിമീൻ ഇട്ടോ. വരാലൊക്കെ മിക്കവാറും കഴിക്കുന്നത്, ഒരു കരിമീൻ കഴിക്കാം. അത് മാത്രമല്ല, ഈ വരാൽ ഒറ്റയ്ക്ക് തിന്നാൻ എനിക്ക് വയ്യ. ചെറിയ മത്സ്യം കഴിക്കുന്നത് എനിക്കിഷ്ടം. അപ്പോൾ എന്തായാലും നമുക്കൊരു കരിമീൻ കഴിക്കാം. ഓക്കെ, വേണ്ട വരാൽ വേണ്ട. അപ്പം ഊണിന് കാര്യമായിട്ട് തന്നെ സ്പെഷ്യൽ വിഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. വേണ്ട മത്തി വറുത്ത് വേണമെന്ന് വേണ്ട. ഇത്ര സാധനം ഇരിക്കും, അത് ഒറ്റയ്ക്ക് തിന്ന് തീർക്കണ്ടേ? വേണ്ട. നെത്തോലി വറുത്തുണ്ട്, മത്തി വറുത്തുണ്ട്. ചേച്ചി അങ്ങ് നിർബന്ധിക്കുകയാണ് കേട്ടോ. ഈ ഒരു സംഭവം കണ്ടോ? ഇതെന്തൊക്കെ ഇട്ടുണ്ടാക്കി ചേച്ചി? വാഴക്കൂമ്പ്. കൊള്ളാം. ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴേ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഒരുപാട് അത് മിസ് ചെയ്യുന്നുണ്ട്. മിക്കവാറും കമൻറ്റുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, നാട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട് കുറേ കാലമായെന്ന്. അപ്പോൾ ശരിക്കും പറയാം, ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ ലാവിഷായിട്ട് നമ്മളിരുന്ന് കഴിക്കുമ്പം അവർക്കൊന്നും ഇത് സുലഭമായിട്ട് കിട്ടത്തില്ല. അവർക്ക് പിന്നെ നാട്ടിൽ വന്നിട്ടൊക്കെ അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. മിക്കവാറും ഞാൻ കമൻറ്റുകൾ ശ്രദ്ധിക്കാറുണ്ട്,
നാട്ടിലെ ഭക്ഷണങ്ങൾ മിസ് ചെയ്യുന്നു. നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് കറക്റ്റ് ഏവൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഏവൂർ ക്ഷേത്രമൊക്കെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ്. അപ്പോൾ നങ്ങ്യാറുള്ളവരെ കഴിഞ്ഞിട്ട് കായംകുളത്തേക്ക് പോകുമ്പം ഏവൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് NH തന്നെ നിങ്ങൾക്ക് റോഡ് സൈഡിൽ വഞ്ചിപ്പുര കാണാം. വഞ്ചിപ്പുരയുടെ ഗൂഗിൾ മാപ്പൊക്കെ നമ്മുടെ ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ധൈര്യമായിട്ട് ഉച്ച സമയത്ത് വന്ന് കയറിക്കോ. ഒരുപാട് ഐറ്റം വിഭവങ്ങളുണ്ട്. അപ്പോൾ ദേ ഈ കണവ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കൂന്തൽ, ഞങ്ങളുടെ നാട്ടിൽ കണവ എന്നാണ് പറയുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. കണവ എല്ലാം ഉഗ്രനുണ്ട്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള അപ്പോൾ കണവ അടിപൊളി. ചക്ക ഇറച്ചി ഇച്ചിരി കൂടെ എരിവ് വേണമായിരുന്നു. സംഭവം എന്നാലും അടിപൊളിയായിരുന്നു. ജീരകമൊക്കെ ഇട്ടുള്ള നല്ല ഒന്നാം തരം ചെമ്മീനും കക്ക ഇറച്ചിയും മീനുകളൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇത്ര സാധനം വാങ്ങിച്ച് പ്ലേറ്റ് നിരത്തി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ കൂടെ രണ്ടുപേരും കൂടെ നമ്മൾ വന്നിട്ടുണ്ട്, അവരുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഇത് കൊഴുവയാണ് കേട്ടോ. കൊഴുവ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല വൃത്തിക്ക് ചെയ്തേക്കുന്നത് കൊഴുവ കൊള്ളാം. ഇനി ഇതേ ഇലയിലോട്ട് വരാം. ഇലയിൽ വിഭവങ്ങൾ നിരന്നിരിക്കുകയാണ്. പടവലങ്ങ ഇട്ടിട്ടുള്ള കറി അത് ഉഗ്രനായിട്ടുണ്ട്. മിക്കവാറും ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പച്ചക്കറി വെക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. കൊഞ്ചിട്ട് ചെയ്ത് തീയിൽ കപ്പ ഒരിലയിൽ അത്യാവശ്യം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ കപ്പയും കുറച്ച് ചെമ്മീൻ്റെ ഇതുകൂടെ എടുക്കാം. നന്നായിട്ട് കുഴഞ്ഞ കപ്പ കേട്ടോ. കരിമീനൊന്നും ഞാൻ തൊട്ടിട്ട് പോലുമില്ലേ. ഇത് തന്നെ കഴിച്ചു തീർക്കാൻ പെടുന്ന പാട്. അപ്പോഴാണ് ചേച്ചി ചോദിക്കുന്നത് വരാൽ തരട്ടെ എന്ന്. വലിയൊരു വരാൽ അതിവിടെ ആരെങ്കിലും വരും അവർക്ക് കൊടുക്കാമല്ലേ. ഈ ചെറിയ സനിയ വരാൽ കഴിച്ചാൽ ശരിയാകത്തില്ല. നമുക്ക് കരിമീൻ മതി. മണ്ണിൽ കൊത്തി ജീവിക്കുന്ന ഒരു മത്സ്യമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. സായിപ്പന്മാർക്ക് വരെ ഇഷ്ടമായിട്ടുള്ള ഒരു മത്സ്യമാണ് കരിമീൻ. പിന്നെ ഇനി പച്ചടിയും കിച്ചടിയും ഒക്കെ ഇവിടെ നിരനിരയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഊണിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഈ ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും ഉഗ്രൻ ഭക്ഷണമാണ് ഇവർ കൊടുക്കുന്നത്. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച്, കാരണം ഇവിടെ വന്ന് കഴിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. സ്ഥാപനത്തിൻ്റെ പേര് വഞ്ചിപ്പുര എന്നാണ്. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ പ്രവർത്തിക്കും. അത്യാവശ്യം ഒരു മനുഷ്യന് ഉച്ചയ്ക്ക് എന്താണോ അവർക്ക് ആവശ്യം അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു ചേച്ചിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫാമിലിയൊക്കെ കൂടുതലായിട്ടും വന്ന് കഴിക്കാറുള്ള ഒരു സംരംഭമാണ്. ഞാൻ വീഡിയോസ് നമ്മൾ ഒരുപാട് സംരംഭങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് ഓരോ ഭക്ഷണങ്ങൾക്കും എടുത്തു പറഞ്ഞിട്ടുള്ള രുചിയുടെ കാര്യത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കട കൂടിയാണ്. അപ്പോൾ എന്തായാലും NH യാത്രയിൽ നിങ്ങളൊന്ന് കയറി നോക്കൂ. വഞ്ചിപ്പുര എന്ന് പറഞ്ഞിട്ടുള്ള സംരംഭമാണ് ഇതുള്ളതെന്ന് പറയുമ്പം ഏവൂർ ക്ഷേത്രത്തിലേക്ക് തിരിയുമ്പം തന്നെ NH തന്നെയാണ് വഞ്ചിപ്പുര എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ്. മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.